ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനെന്നേ എൻ്റെ ഒരു തിക്താനുഭവത്തിൽ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ അത്രമാത്രം ചൂട് കയറിക്കൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം ഒരു മരണം പോലും ഉണ്ടായിരുന്നു. സൂര്യാഘാത കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് മാത്രമല്ല, നമ്മുടെ ആന്തരിക അവയവങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ചൂടിന്റെ ഒരു പോക്ക് അല്ലേ. ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, ഡെയിലി ചൂട് ഇങ്ങനെ അനുഭവിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അത് ഈ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. കൽപ്പണി, റോഡ് പണി, അങ്ങനെ ഡെലിവറി ഏജന്റുമാരൊക്കെ ഈ ചൂട് അനുഭവിക്കുന്നുണ്ട്. അതായത് അവരവരുടെ ഡേ ലൈഫ് മൊത്തം ഒരു വെയിലത്താണ് നിൽക്കുന്നത്. എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ കൂടുതലായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ പുറത്ത് ജോലി ചെയ്യുന്നവർ. സോ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ആ കസ്റ്റമറിനെ വിളിച്ചിട്ടാണ് ചെല്ലുന്നത്. കുറച്ച് ദൂരെ വെച്ച് തന്നെ അവരെ വിളിച്ചു, ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ആ കൊണ്ടുവരെ ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഈ പ്രൊഡക്റ്റ് ആയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവരുടെ വീട്ടിലെത്തി. എൻ്റെ എൻ്റെ ഒരു ലാൻഡ്മാർക്കിനകത്ത് ഏറ്റവും എൻഡിലായിട്ടാണ് ഈ വീട്. ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് ഇവർ ഈ പ്രൊഡക്റ്റ് നോക്കിയിട്ട് പറയുകയാണ്, ഇതെന്ത് പ്രൊഡക്റ്റ്, ഇത് ഞാൻ ഓർഡർ ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇത് ഞാനല്ല ഓർഡർ ചെയ്ത് മോൻ ഓർഡർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, അയ്യോ ഇതെനിക്ക് വേണ്ടാട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആ സാധനം കൊണ്ടുപോയി കൊടുക്കുന്നത് ഏകദേശം 1:30ക്കാണ്. 1:30 മണിക്ക് നട്ടാറ വെയിലത്താണ് ഈ പ്രൊഡക്റ്റ് ആയിട്ട് ചെല്ലുന്നത്. എനിക്ക് നല്ല ദേഷ്യം വന്നു, നല്ല സങ്കടവും വന്നു. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു പ്രൊഡക്റ്റിനകത്ത് നമുക്ക് കിട്ടുന്നത് നിശ്ചിത ഒരു എമൗണ്ടാണ്. നമ്മൾ ഈ പെട്രോളും അടിച്ച് ഇപ്പോൾ ഒരു വെയിലത്ത് അവരെ വിളിച്ചിട്ടാണ് ഇത് കൊണ്ടു ചെന്നത്. എന്നിട്ട് അവർ പറയുകയാണ് ഈ പ്രൊഡക്റ്റ് വേണ്ട. ഈ പ്രൊഡക്റ്റ് വേണോ വേണ്ട എന്ന് വെക്കുന്നതിനുള്ള എല്ലാ അവകാശവും കസ്റ്റമറിനുണ്ട്. പക്ഷേ നിങ്ങളൊരു, എന്താ പറയുക, ഇതുപോലെ ഓർഡർ ചെയ്ത സാധനങ്ങൾ മേടിക്കുന്നത്, എവിടെ നിന്നാണെങ്കിലും നിങ്ങളൊരു ഓർഡർ ചെയ്ത സാധനം മേടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഈ കൊണ്ടുതരുന്ന ഡെലിവറി ഏജന്റുമാരില്ലേ, അവര് അവർ എത്ര നേരത്തെ എഫേർട്ടായിരിക്കുന്നോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അവർ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണെന്നോ ലാസ്റ്റാണ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നത്. നിങ്ങൾക്കൊരു സാധനം വേണോ വേണ്ടയോ എന്ന് വെക്കാനുള്ള ഒരു ടൈം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കൈ കിട്ടുമ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും, ഈ സാധനം ഇന്ന് 11 മണിക്കോ ഇത്ര മണിക്കുള്ളിൽ അവിടെ എത്തും എന്നുള്ളൊരു കാര്യം വരും. അതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജ് ഉണ്ടാവും. അതിനുശേഷം ഈ ഏജന്റുമാർ പല ആൾക്കാരും നിങ്ങളെ വിളിച്ചിട്ടാണ് ഈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇതിനുള്ളിനകത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് റീഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുമ്പോൾ, അയ്യോ ഇത് ഞാൻ ഓർഡർ ചെയ്തല്ല, അല്ലെങ്കിൽ ഇതെനിക്കിന്ന് വേണ്ട, ഇത് മറ്റാരും ഓർഡർ ചെയ്തതെന്നൊക്കെ പോലത്തുള്ള ചില പെരുമാറ്റമൊക്കെ കാണും. ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തി ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഫോൺ എടുക്കണം, അയാൾ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്തതിന് ശേഷം അയാൾ എത്ര ഓപ്ഷൻ കഴിഞ്ഞിട്ടാണ് അത് സ്ഥിരീകരിക്കുന്നത് അല്ലേ. ചില നേരത്ത് നമ്മൾ ആളെ പൊട്ടന്മാരാക്കുന്ന പോലെ, അതായത് മറ്റേ സർവ്വമായിലെ ഡെലയിലു ഓർഡർ ചെയ്തിട്ട് നിവിൻ പോളിക്ക് മറ്റേ ടോപ്പ് വന്ന പോലെയാണ് ചില ആൾക്കാർ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടല്ല കേട്ടോ വന്നത് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. സോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നമ്മൾ അത്രയും കഠിനമായിട്ടുള്ള വെയിലാണ് എല്ലാ ദിവസവും കൊള്ളുന്നത്. ഒരുപാട് സ്ഥലത്തുനിന്ന് വെള്ളം കുടിച്ചു കുടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ എനർജി മാക്സിമം പിടിച്ചു നിർത്തി അത്രയും വരെ എത്തുന്നത്. ഒരു ഡെലിവറി ഏജന്റ് അയാളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 9 മണിക്ക് ഓഫീസിലെത്തി കഴിഞ്ഞ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്ത് ബാഗിലാക്കി കസ്റ്റമേഴ്സിലോട്ട് എത്തുമ്പോൾ ഏകദേശം ഒരു 50 ടു 100 പ്രൊഡക്റ്റ് വരെ ചിലപ്പോൾ ഒരാൾക്ക് ഉണ്ടാവും. അതായത് ഒരു ഡേ ലൈഫിന്റെ ഏറ്റവും ചൂട് കൂടുന്ന സമയമൊക്കെ നമ്മൾ ഈ പുറത്താണ്. അതായത് ഒരു 10:30 മുതൽ ഒരു 4-4:30 വരെ നമ്മൾ ഈ വെയിൽ കൊണ്ടിട്ടാണ് ഈ ഒരു സാധനം നിങ്ങളോട്ട് എത്തിക്കുന്നത്. സോ ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ഈ സാധനം നിങ്ങളോട്ട് എത്തിക്കുക എന്നുള്ളത്. അതിൽ ഒരു ഇതുമില്ല. പക്ഷെ ഇതെന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. നിങ്ങൾ സ്വിഗ്ഗിന്നോ സൊമാറ്റോന്നോ മിന്ത്രയെന്നോ മീഷോന്നോ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങനെ ഏത് സ്ഥലത്തു നിന്ന് ഓർഡർ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ പ്രോഡക്റ്റ് വേണ്ട എന്നുള്ളത്. അപ്പോൾ വേണ്ടാത്തൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നതെങ്കിൽ അതിന് മുന്നേ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാനും റീഷെഡ്യൂൾ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യുക. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഏജന്റിന് അത്രയും സമയം വേസ്റ്റാണ്, അയാളുടെ പെട്രോള് വേസ്റ്റാണ്. അതുമല്ലാണ്ട് അയാൾ ഇത്രയും വെയിൽ കൊണ്ടിട്ടാ വന്നെ, നിസ്സാര വെയിലൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ ഒരു തിക്തനുഭവത്തിൽ നിന്ന് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.